ഒരു ഈസി ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയാലോ. അതേ ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനകത്ത് യെല്ലോ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതേ ചെറുതാക്കി മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അത് ഫുള്ളൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് പശ തേച്ചിട്ട് ഇതിന് റോൾ ചെയ്തെടുക്കണം. പൂവിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്ന ഒരു ഭാഗം ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ റോൾ ചെയ്തെടുക്കാതെ കണ്ടോ. പിന്നീട് ഞാൻ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് ഇതേ അതുപോലെ അത് മടക്കിയല്ലോ മടക്കിയ പോലെ മടക്കിയില്ല, ജസ്റ്റ് ആ രീതിയിൽ തന്നെ നല്ലതാക്കി മടക്കിയിട്ട് കട്ട് ചെയ്യുന്ന എളുപ്പത്തിൽ മടക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കാണുന്ന പോലെ ഒന്നും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് വളച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പശ തേച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെൻറ്റർ പോർഷനിൽ യെല്ലോ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. കണ്ട ചുറ്റി വരുമ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട്. അതേ നമ്മുടെ ഇതാണ് ഈസി ആയിട്ടുള്ള ഫ്ലവറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 2 കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ ആ ലീവ്സിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അതിനുശേഷം എൻ്റെ അടിഭാഗം ഒന്നും ശരിയായില്ല, അപ്പോൾ ഒന്നുകൂടി ഞാൻ കട്ട് ചെയ്തു. വീണ്ടും ഞാൻ ആ ലീവ്സ് ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് പശ തേച്ച് വീണ്ടും അതിൽ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ലീവ്സേ വെച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലീവ്സ് എത്ര വേണമെങ്കിൽ വയ്ക്കാം. ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.